ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അലോവേരയുടെ ജെല്ല് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. രണ്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണ്. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ശംഖുപുഷ്പമൊന്നും ഉണക്കി വെക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജെല്ലൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ജെല്ലുകൾ പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സാന്തങ്കം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാന്തങ്കം വെച്ചിട്ട് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂവ് നമ്മൾ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ പറിച്ചെടുത്തിരിക്കുന്നത്. അല്ലാതെ ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പൂവ് നമ്മൾ പറിച്ചെടുത്ത് അതൊന്ന് കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഈ ഒരു ശംഖുപുഷ്പം കൊണ്ട് ഉള്ളത്. നമ്മൾ അതിലേക്ക് ഒഴിക്കാനായിട്ട് പോകുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DM വാട്ടർ ആണ് കേട്ടോ. ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളമല്ല, ആ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ കെമിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. DM വാട്ടർ അങ്ങനെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. മെഷറൊന്നും ചെയ്തിട്ടല്ല കേട്ടോ DM വാട്ടർ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സോപ്പ്, ഫേസ് വാഷ്, ഷാമ്പൂ, ജെല്ലുകൾ, ഷവർ ജെല്ലുകൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ DM വാട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആദ്യമേ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒഴിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജെല്ല് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വെയ്റ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 85 ഗ്രാമിൻ്റെ അടുത്തോളമാണ് ജെല്ല് ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇതാണ് സാന്തങ്കം എന്ന് പറയുന്നത്. സാന്തങ്കം ഇതൊരു തിക്കനിങ് ഏജൻറ്റാണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ തിക്കായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ സാന്തങ്കമാണ് കേട്ടോ യൂസ് ആക്കുന്നത്. സാന്തങ്കം 2 ടൈപ്പും ഉണ്ട്. റെഗുലറും ഉണ്ട്, സോഫ്റ്റും ഉണ്ട്. റെഗുലർ എന്ന് പറയുന്നത് ഒരു ക്ലൗഡി ഫിനിഷ് കൊണ്ടുവരും. സോഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട്, അത് മെയിനായിട്ട് നമ്മൾ ഈ അലോവേരയുടെ ജെല്ലൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ലതായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സാന്തങ്കം നമ്മൾ 2 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് ഇത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യാനും ഡ്രൈനെസ് ഒക്കെ റിലീവ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു വെജ് ഗ്ലിസറിൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാന്തങ്കമ്മും ഗ്ലിസറിനും കൂടിയാണ് നല്ല രീതിയിൽ മിക്സ് ആവത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ സാന്തങ്കം നമ്മുടെ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞ് അത് കട്ട കെട്ടിയോലെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ അത് മിക്സ് ചെയ്യാനും കുറച്ചധികം ടൈം വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഗ്ലിസറിനിലാണ് സാന്തങ്കം പെട്ടെന്ന് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഗ്ലിസറിനും സാന്തങ്കമ്മും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഗ്ലിസറിൻ 4 ഗ്രാമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വീണ്ടും വെയ്റ്റ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 25 ml അടുത്ത് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസിന് പകരം ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് DM വാട്ടറാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡീമിനറലൈസ്ഡ് വാട്ടർ. അത് ഒരു 60 ml അടുത്ത് DM വാട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് സാന്തങ്കം, ഗ്ലിസറിൻ, അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ്, DM വാട്ടർ. ഇപ്പോൾ തന്നെ ഇതൊരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ച് നേരം മിക്സാക്കി കഴിയുമ്പോൾ ഇതൊരു നല്ലൊരു തിക്കായ കൺസിസ്റ്റൻസിലോട്ട് വരും കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സ്. അപ്പോൾ അതേ നമ്മളിതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലോട്ടാണ് നമ്മുടെ ഒരു മിക്സ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിലോട്ട് നമ്മുടെ ഒരു മിക്സ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് കളർ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ.
അങ്ങനത്തെ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ശംഖുപുഷ്പമൊക്കെ വീട്ടിലുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഗുണം തന്നെ ഉള്ളതാണ് ഇതിൻ്റെ വെള്ള ശംഖുപുഷ്പം. പക്ഷെ കളർ ഉണ്ടാവത്തില്ല, ഗുണം ഇതുപോലെ സെയിം ഗുണം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ശംഖുപുഷ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് കിട്ടിയേക്കണേന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇച്ചിരി ലൂസ് പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ നമുക്ക് ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് സാന്തങ്കമും അതുപോലെ തന്നെ വെജ് ഗ്ലിസറിനും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല അതിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സ്യൂൾ ഓപ്ഷണലാണ് കേട്ടോ, ചേർത്താൽ നല്ലതായിരിക്കും, ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു 3 ഡ്രോപ്സിൻ്റെ അടുത്ത് നമ്മൾ സ്മെല്ലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ മസ്കിൻ്റെ ആണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതുങ്ങൾ സ്മെല്ലും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓൺ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് എടുത്തേക്കണതാണ് കേട്ടോ ഈ ഒരു ജെല്ല്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രിസർവേറ്റീവ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ഫിനോക്സി എത്തനോളാണ് കേട്ടോ. ഒരു 0.25 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ തിക്കാക്കണ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും പോരെ, കുറച്ചും കൂടെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നതിന് മുന്നേ വേണോട്ട് ഈ കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ബോട്ടിലോട്ട് മാറ്റാണ്. അപ്പോൾ ദേ നമ്മുടെ ജെല്ല് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ അലോവേരയുടെ ജെല്ലുണ്ടല്ലോ അതിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ നൈറ്റ് കിടക്കുമ്പോൾ ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. ഈ ഒരു ജെല്ല് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു 87 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു ജെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബോട്ടിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. റിച്ചൂട്ടിൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവൻ വേഗം വന്ന് നിൽക്കുകയാണ്, അമ്മേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അവൻ്റെ കയ്യിൽ ഇത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ ഫേസിലൊന്നും ഇടണ്ട, പിറ്റേ ദിവസം മുതൽ യൂസാക്കിയാൽ മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് വരുന്നത്. ശംഖുപുഷ്പമൊക്കെ ഒരുപാട് വീട്ടിലുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം 1-2 ആഴ്ചയൊക്കെ കേടുകൂടാതിരിക്കുന്നതായിരിക്കും പ്രിസർവേറ്റീവ് ചേർക്കാതെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.